തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂരത്തിൻ്റെ മഹാമേളം കഴിഞ്ഞ് വടക്കുന്നാഥൻ്റെ മുമ്പിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നത് പോലെ 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന് 14 ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന കലാപ്രതിഭകൾ ഈ തേക്കിങ്കാട് മൈതാനിയിൽ 64ാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സ്നേഹസമ്മാനങ്ങളേറ്റ് ഇവിടെ ഏതാനും സമയങ്ങൾക്കകം ഉപചാരം ചൊല്ലി പിരിയും. സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലത്തോടെയും നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 3.5 മാസക്കാലമായി തൃശ്ശൂരിലെ ജനങ്ങൾ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ നടത്തിയ മഹത്തരമായിട്ടുള്ള ഇടപെടലുകളുടെ പരിസമാപ്തി കുറിക്കുമ്പോൾ അഭിമാനത്തോടെ ഈ തൃശ്ശൂരിന് ലോകത്തിനോട് പറയാൻ കഴിയും, 5 ദിവസങ്ങൾ നീണ്ട ഈ കലോത്സവത്തിൽ ഒരു ചെറിയ പരാതി പോലുമില്ലാതെ തൃശ്ശൂരിലെ ജനങ്ങൾ കേരളത്തിലെ ഈ കുരുന്നുകളെ, കലോത്സവ പ്രതിഭകളെ നെഞ്ചേറ്റു വാങ്ങി. തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ഈ കലോത്സവം അങ്ങ് അടിച്ചു പൊളിച്ചു എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു സായാഹ്നം. 64ാമത് സ്കൂൾ യുവജനോത്സവം ഇവിടെ നടക്കുമ്പോൾ നമുക്കറിയാം, 957 ആരംഭിച്ച കലോത്സവങ്ങളുടെ ചരിത്രത്തിൽ ഇത് 7ാം തവണയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനം വേദിയാകുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല. 7 കലോത്സവങ്ങളിലും നിരവധി പ്രത്യേകതകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ചരിത്രത്തിൽ ആദ്യമായി കലാപ്രതിഭയും കലാതിലകവും പ്രഖ്യാപിക്കപ്പെട്ടത്. ഇവിടെ വെച്ചാണ് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ നേതൃത്വത്തിൽ അഴിക്കോട് മാഷും ഭവനൻ സാറും മുല്ലനേഴിയും വത്സല ടീച്ചറും കുഞ്ഞുണ്ണി മാഷും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു സ്മരണിക പുറത്തിറക്കിയത്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഈ തൃശ്ശൂരിലെ കലോത്സവ ചരിത്രത്തിൽ 64ാമത് കലോത്സവം കേരളത്തിൻ്റെ തന്നെ കലോത്സവ ചരിത്രങ്ങളിലെ ഒരു പുതിയ അധ്യായം എഴുതുകയാണ്. പടന്ന സ്കൂളിൽ പഠിക്കുന്ന, നേരത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, പടന്ന സ്കൂളിൽ പഠിക്കുന്ന സിയ ഫാത്തിമ എന്ന ഒരു കൊച്ചു പെൺകുട്ടി നവംബർ മാസം അവസാനം നടന്ന കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ യുവജനോത്സവത്തിൽ അറബിക് പോസ്റ്റർ രചനയിൽ 1ാം സ്ഥാനം കിട്ടി. തൃശ്ശൂരിൽ നടക്കുന്ന കലോത്സവത്തിൽ വണ്ടി കയറി നമ്മളോടൊപ്പം പങ്കാളിയാകാൻ കാത്തിരുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് കഠിനമായ വാസ്കുലൈറ്റിസ് രോഗം പിടിപെട്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്തെഴുതി. ആ കത്ത് വായിച്ചാൽ കണ്ണീരറിയാത്ത മനുഷ്യനുണ്ടാകില്ല. ആ കത്തിൽ ആ കുഞ്ഞ് അവസാനം എഴുതി, എനിക്ക് ഇവിടെ നിന്ന് ക്വാറന്റൈനിൽ നിന്ന് അവിടെ വന്ന് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയാണ്. ഇനിയൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാകും എന്ന് കരുതാനേയാകില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഈ മത്സരത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അത് അവസാനിക്കുകയാണ്. അതിന്റെ സമാപന സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.